അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. അപകടകരമായ രീതിയിൽ വെക്കുമ്പോൾ മാത്രമാണ് അതൊരു തെറ്റാണ്. അപകടകരമായ രീതിയിൽ വെക്കാൻ സമ്മതിക്കില്ല. അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹമല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ജെൻസികളുടെയും പൂക്കികളുടെയും വാഹന പ്രേമികളുടെയും ഒക്കെ ഇടയിൽ വൈറലായിരുന്നു വി ഡി സതീശന്റെ ഈ പ്രഖ്യാപനം. മുഖ്യമന്ത്രി കസേരയിൽ എത്തിയ ശേഷം ഈ പ്രഖ്യാപനം എന്ന് നടപ്പാകും എന്ന ചോദ്യത്തിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ ആ പൂക്കി ചിരി പിറന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നടക്കുമല്ലോ. നടക്കുന്നതൊക്കെ നടത്താനല്ലോ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? എന്തായാലും ആ കാത്തിരിപ്പിന് താൽക്കാലിക പരിഹാരമാവുകയാണ്. ഏതൊക്കെ മോഡിഫിക്കേഷൻസ് അനുവദിക്കാം എന്നത് കൃത്യമായി പഠിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. 18 തരത്തിലുള്ള രൂപമാറ്റങ്ങൾ നിയമ തടസ്സമില്ലാതെ ആരുടെയും അനുമതിയില്ലാതെ തന്നെ നടപ്പാക്കാം എന്നുള്ളതാണ് ഗതാഗത കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാഹനങ്ങളിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കറുകളാണ്. അതായത് നല്ല ചിത്രങ്ങൾ, സ്റ്റൈലിഷ് ആയിട്ടുള്ള രൂപങ്ങളൊക്കെ തന്നെ ഇനി നമ്മുടെ വാഹനങ്ങളിൽ അനുവദിച്ചേക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കാവുന്ന തരത്തിലുള്ള മാന്യമായിട്ടുള്ള സ്റ്റിക്കറുകളായിരിക്കണം എന്ന് മാത്രം. മറ്റൊന്ന്, വാഹനത്തിനുള്ളിൽ സ്ഥാപിക്കുന്ന ലൈറ്റുകളാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള, നല്ല മിന്നിത്തിളങ്ങുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ലൈറ്റുകളും ഇനി അനുവദിക്കപ്പെട്ടേക്കാം. മറ്റൊന്നാണ്, യാത്രയൊക്കെ പോകുമ്പോൾ പാട്ട് കേട്ട് അടിച്ചു പൊളിച്ചു പോകാൻ അധികം സ്പീക്കറുകളാകാം എന്നും ഗതാഗത കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതുകൂടാതെ അനുവദിക്കുന്ന മോഡിഫിക്കേഷന്റെ പട്ടികയിലുള്ളത് സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ഡാഷ് ക്യാം, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസറുകൾ, GPS ട്രാക്കർ, റൂഫ് കാരിയേജ് തുടങ്ങി സൺഫിലിം വരെയാണ്. 50% വരെ കാഴ്ച മറയ്ക്കുന്ന തരത്തിലുള്ള സൺഫിലിമുകൾ അനുവദിക്കാം എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇതുകൂടാതെ പ്രത്യേക അനുമതിയോടുകൂടി വരുത്താവുന്ന ചില രൂപമാറ്റങ്ങളും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് വാഹനങ്ങളുടെ നിറമാറ്റം. അതായത് നമ്മുടെ വാഹനത്തിന് ഇപ്പോഴുള്ള നിറം മാറ്റി ഇഷ്ടമുള്ള മറ്റൊരു നിറമടിക്കാം. പക്ഷെ ഒറ്റ കാര്യം, അതിന് മുന്നോടിയായിട്ട് തന്നെ RT ഓഫീസിൽ അപേക്ഷ നൽകി നിശ്ചിത ഫീസ് അടച്ച് RC ബുക്കിൽ രേഖപ്പെടുത്തി വേണം മാറ്റാൻ. അതുപോലെ തന്നെ എഞ്ചിൻ മാറ്റം, വാഹനത്തിന്റെ ബോഡിയുടെ രൂപമാറ്റം, അല്ലെങ്കിൽ വാഹനം ഇലക്ട്രിക്കലാക്കിയോ അല്ലെങ്കിൽ CNGയിലൊക്കെ മാറുന്നതും ഇതുപോലെ മുൻകൂട്ടി അപേക്ഷ നൽകി അനുമതി നൽകി മാറ്റാവുന്നവയുടെ വിവരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മോഡിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുന്നവർ ഇത്രയും കൊണ്ട് തൃപ്തരാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ഈ പട്ടികയിലുള്ള പലതും ഇപ്പോൾ തന്നെ അനുവദിച്ചിട്ടുള്ളതാണ്. ഇതിനപ്പുറത്തേക്കുള്ള ഒരു രൂപമാറ്റവും നിലവിലെ കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം സാധ്യമല്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് പരിശോധിച്ച് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും എന്ത് തീരുമാനമെടുക്കുന്നു എന്നതനുസരിച്ചിരിക്കും